നമ്മുടെ രേവതിയാണ് അടുത്ത എപ്പിസോഡിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ്, നമുക്ക് കല്യാണ ദിവസം പോലും ഇതുപോലെ മറക്കുന്ന സച്ചിയായിട്ടുണ്ട്, സ്വന്തം കല്യാണ ദിവസം വരെ മറന്നു പോകുന്നൊരു മണ്ടൻ. അപ്പോൾ ഇതേ സമയം സച്ചി പറയുകയാണ്, എടി അതെ, ഞാൻ എങ്ങനെയാണ് കല്യാണ ദിവസം മറക്കാതിരിക്കുക? നമ്മുടെ കല്യാണം സാധാരണ രീതിയിൽ പെണ്ണ് കണ്ടൊന്നും നടന്നതല്ലല്ലോ, അതങ്ങ് സംഭവിച്ചു പോയതല്ലേ. സത്യം പറയല്ലോ രേവതി, നീ ഇങ്ങനെ വഴക്കടിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നമ്മുടെ കല്യാണ ദിവസമായിട്ട് ഞാൻ ഓർക്കുന്നത് ഏത് ദിവസമാണെന്ന് അറിയാമോ? നിന്നെ ഞാൻ രണ്ടാമത് അമ്പലത്തിൽ വെച്ച് പോയിട്ട് താലി കെട്ടിയില്ലേ, ആ ദിവസമാണ് നമ്മുടെ കല്യാണ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളൂ. ആ ദിവസമൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എത്ര നേരം വഴക്കിട്ടിരുന്ന രവിതയുടെ മനസ്സങ്ങ് മാറുകയാണേ. ഓഹോ, ആ ഡേറ്റൊക്കെ കൃത്യമായിട്ട് സച്ചിയേട്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ഏതാ ഡേറ്റ് പറയുമെന്ന് പറയുകയാണേ. അപ്പോൾ ആ ഡേറ്റൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ നേരത്ത് സച്ചിയോട് രേവതി പറയണം, രേവതി നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ രേവതി പറയണം, എനിക്ക് പറ സച്ചിയേട്ടാ, നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം എന്നാണ്? അപ്പോൾ സച്ചി പറയണം, അത് പിന്നെ നിൻ്റെ ഓട്ടോക്കാരനെ കല്യാണം ഉറപ്പിച്ച ആ ദിവസമല്ലേ, ആ ദിവസമല്ലേ അന്ന് നീ പാർലറിൽ പോകേണ്ട ആ ദിവസം, അന്ന് നിന്നെ പാർലറിൽ കൊണ്ടുവിട്ടത് ഞാനല്ലേ, അന്നല്ലേ നമ്മൾ ഒരുമിച്ച് ആദ്യമായി കാണുന്നത്. അപ്പോഴേക്ക് രേവതി പറയണേ, എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, നിങ്ങളുടെ ഓർമ്മയുണ്ടല്ലോ ഭയങ്കര മോശമാണ്, അപ്പോഴൊന്നുമല്ല നമ്മൾ ആദ്യമായി കാണുന്നത്, അതിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, പലതവണയും കണ്ടിട്ടുണ്ട്. എനിക്ക് പലതവണയും നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, ഞാനൊരു വൃത്തിയായിട്ട് സ്വഭാവമുള്ള ആളായിട്ടാണ് കരുതിയിരുന്നത്. സത്യം പറയാലോ, അന്നൊക്കെ ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു റൗഡി പയ്യനാണെന്നാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയണം, ഓഹോ അങ്ങനെയാണോ നീ വിചാരിച്ചത്, ഞാനൊരു റൗഡിയാണെന്നോ, ഇപ്പം നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രേവതി പറയാണ്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. ഓ, അപ്പം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ, നീ എന്തോരാണ് സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയാണ്, അളവൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലാതെ എനിക്ക് അളവൊന്നും പറഞ്ഞുതരാനായിട്ട് അറിയില്ല. ഇപ്പോൾ സ്നേഹമുള്ളൊരു റൗഡി പയ്യനാണ് നിങ്ങളെന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ പരസ്പരം സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിക്കും സച്ചിക്കും വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വരികയാണ്. അപ്പോഴേക്കും ഗിഫ്റ്റ് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ്, ചായ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ രേവതിയുടെ അമ്മ പറയണത്, ഓ ചായ ഒന്നും വേണ്ട, നിങ്ങൾക്കല്ല ചായ എടുക്കാൻ പറഞ്ഞ് എനിക്കാണെന്ന് പറയാണ്. രേവതി ഒരു ഗ്ലാസ് ചായ എടുക്കുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറയണേ, എൻ്റെ ചന്ദ്രേ, വന്ന് കയറിയവരുടെ മുൻപിലെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളിവിടെ ഇരിക്കുന്ന പറയും, എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നല്ല വിശേഷമാണെന്ന് രേവതിയുടെ അമ്മയെന്ന് പറയാണ്. ഇന്ന് കുട്ടികളുടെ കല്യാണ വാർഷികമാണല്ലോ, അപ്പം നാളെ ഞങ്ങളവിടെ ഒരു സദ്യ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സും പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നാണെന്ന് പറയുകയാണേ. അപ്പോൾ ഓ ഡ്രസ്സാണോ, അപ്പോൾ ഗോൾഡായിട്ടൊന്നും കൊടുക്കാനില്ലല്ലേ, പിന്നെ പലഹാരങ്ങൾ, അതങ്ങ് ആ മാർക്കറ്റിൽ 100 രൂപയ്ക്ക് 2 കിലോ 3 കിലോ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഓറഞ്ച് ആപ്പിളൊക്കെ അല്ലേ, അത് കഴിച്ചാൽ തന്നെ വയറിന് പറ്റാതെ വരുമെന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എൻ്റെ പൊന്നു ചന്ദ്രേ, സ്വർണ്ണത്തെക്കാളും ഡയമണ്ടിനേക്കാളും വിലയുണ്ട് ഇവരുടെ സ്നേഹത്തിന് ഒരു ഗിഫ്റ്റ് വാങ്ങി തരുമ്പോൾ അത് നീ വില കൊടുക്കണം, അല്ലാതെ നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നീ ഒരിക്കലും ഇങ്ങനെ പറയരുതെന്ന് പറയുകയാണേ. ഇവളെ വീട്ടുകാരെ നിങ്ങൾ ഇതുപോലെ പറയുന്നത്, ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ആരും ഓർത്തിരിക്കാനാണ്, വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവരുടെ ഭർത്താവ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വണ്ടിയിലോട്ട് കയറി, വണ്ടി ഇടിച്ചങ്ങ് മരിച്ചു, അതുകൊണ്ട് ധർമ്മ കല്യാണം നടക്കുകയും ചെയ്തു, ഇവളീ കുടുംബത്തിൽ കയറി വരികയും ചെയ്തു, അതല്ലേ ഉണ്ടായത്, അതൊക്കെ വലുതായിട്ട് ആരാണ് ഓർത്തെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, എൻ്റെ പൊന്നു ചന്ദ്രൻ, നല്ലൊരു ദിവസമായിട്ട് ഒരു വാക്ക് പോലും നിൻ്റെ വായിന്ന് വരില്ലേ, നല്ലൊരു വാക്ക് വരില്ലേ, രേവതി എന്തായാലും അമ്മയ്ക്കൊരു ചായ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അമ്മയ്ക്ക് ചായയായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വർഷം വന്ന് കയറണം. ഈ സമയത്ത് ആൻറ്റിയെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ അന്ന് കൊണ്ടുവന്ന മുറുക്കുണ്ടല്ലോ, അതുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയുകയാണ്, അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്, മോൾക്ക് ആ മുറുക്ക് ഇഷ്ടമാണെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രം നിറച്ച് മുറുക്ക് നമ്മുടെ വർഷയ്ക്ക് കൊടുക്കുകയാണ്. വർഷ കിട്ടിയ പാടെങ്കിൽ കഴിക്കണം, എന്തൊരു ടേസ്റ്റാണ് ആൻറ്റി എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരണ്ടേ. എൻ്റെ പൊന്ന് വർഷം മോളെ, ഇവരേത് തരത്തിലുള്ള എണ്ണയിലാണ് ഉപയോഗിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോഴേക്കും വർഷ പറയാണ്, കടയിൽ നിന്ന് മേടിച്ചതെന്ന് സേഫാണെന്നും പറഞ്ഞിട്ടാണല്ലോ ആൻറ്റി ഇത് മേടിച്ച് തിന്നുന്നത്, ആൻറ്റി വേണമെങ്കിൽ കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ആണെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്തും കൂടെ കഴിച്ചു നോക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയും കൂടെ വരികയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ ശ്രുതിയോട് ചോദിക്കുക, അല്ല മോളെ ശ്രുതി, നിൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് രേവതി പറഞ്ഞല്ലോ. എന്തായാലും മോള് വിഷമിക്കേണ്ട, അച്ഛൻ എത്രയും വേഗം ജയിലിൽ നിന്ന് വരട്ടെ. മാത്രമല്ല ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ഇന്ന നേർച്ചകളുണ്ട്, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹം റിലീസാവുമെന്ന് പറയുകയാണ്. അപ്പോൾ മോള് വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ മുഖം പെട്ടെന്ന് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമില്ലെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രേവതി അമ്മ പറയണം, അയ്യോ മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നമ്മളെല്ലാവരും ഒരേ കുടുംബമാണല്ലോ, അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കണം, അങ്ങനെ നമ്മളൊക്കെ ഒരേ കുടുംബമാണോ, നിങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബം ഒന്നാണെന്നല്ലേ. മലേഷ്യക്കാരാണ് ശ്രുതിയുടെ അച്ഛൻ,
അവരെത്രയോ വലിയ മനുഷ്യനാണ്. അദ്ദേഹവും നിങ്ങളും ഒന്നാണോ? ആ എൻ്റെ പൊന്നോ, ആഗ്രഹം കൊള്ളാം. എന്തായാലുമേ അതിവിടെ നടക്കില്ലെന്ന് പറയുകയാണേ. ഈ സമയത്ത് രേവതി അമ്മയോട് പറയണം, അമ്മയ്ക്ക് പോകാൻ സമയമായില്ലേ, അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, അമ്മ പോ, നാളേക്ക് ഞാൻ അവിടേക്ക് വന്നോളാം എന്ന് പറയുകയാണ് സച്ചിയേട്ടനെയും കൂട്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് സച്ചി വന്ന് കയറുന്നു. ആ അമ്മേ, അമ്മ എപ്പോൾ വന്ന്, സുഖമായിരിക്കുന്നോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ്, ഇവിടെ എന്താ മൊത്തത്തിലൊരു വല്ലാത്ത മാറ്റം, ഇവിടെ ആരെങ്കിലും അമ്മയെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതി പറയും, ഇല്ല മോനെ, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, അതൊന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇതാ ഈ ഡ്രസ്സ് മോനെ നന്നായിട്ട് ചേരുമെന്ന് നോക്കിയെന്ന് പറയുകയാണേ. അയ്യോ അമ്മേ, എന്തിനാ അമ്മ ഇത്രയും പൈസ കൊടുത്ത് ഇതൊക്കെ മേടിച്ചത്, അതേ അമ്മയുടെ ആശീർവാദം മാത്രം മതി എനിക്ക് സന്തോഷമായിരിക്കാനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തൊന്നും ഷർട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഒക്കെ നന്നായിട്ടുണ്ട്, എന്തായാലും ഇതിങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ പറയുകയാണ്, അത് പിന്നെ മോനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിങ്ങളുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ സമ്മാനം. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയോട് പറയണം, എന്തേ കണ്ടില്ലേ, ഡയമണ്ടോ നെക്ലസോ എന്തോ കൊടുത്ത മാതിരിയാണ് ഈ തള്ള പറയുന്നത്, നിൻ്റെ അമ്മയച്ചനുണ്ടല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി കൊട്ടക്കണക്കിന് സ്വർണ്ണമായിരിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അതെങ്ങനെ അമ്മേ, അയാൾ ജയിലിലല്ലേ ശ്രുതിയുടെ അച്ഛൻ, അപ്പോൾ എങ്ങനെ കൊട്ടക്കണക്കിന് സ്വർണ്ണം കൊണ്ടുവരുന്നത്, എന്നൊന്നും ജയിലിൽ കിടക്കുമോ, ഈ സമയത്ത് ജയിലിൽ നിന്ന് പുറത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ജയിലിൽ നിന്ന് പുറക്കുന്നു, ശ്രുതിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ്, ഇതൊന്നും ഇട്ട് നോക്ക് നല്ലതാണെന്ന്, എൻ്റെ അമ്മ എന്തെടുത്ത് തന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണെന്ന് പറയണം. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല, അമ്മ ആയതുകൊണ്ട് എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്, അങ്ങനെ സച്ചിക്ക് ഇഷ്ടം ആയി എന്ന് പറഞ്ഞിട്ട് ഷർട്ടും മേടിച്ചിട്ട് അമ്മ ആ സമയത്ത് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് ചന്ദ്ര പറയുകയാണ്, ചന്ദ്ര രേവതിയോട് ചോദിക്കും, എന്തടി അല്ലടി നിൻ്റെ അമ്മ ഒന്നിനും ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്, രേവതി എന്തിനാ എൻ്റെ വീട്ടിൽ നടക്കുന്നതൊക്കെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്തിക്കുന്നത്, അവളുടെ അച്ഛൻ ജയിലിലോ എവിടെയെങ്കിലും കിടക്കട്ടെ, നിനക്കെന്താണ്, എന്നെ കൂടുതൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലെ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ സാധാരണ രീതിയിൽ അമ്മയോട് പറഞ്ഞത്, അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും എൻ്റെ അമ്മയെ അറിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, പിന്നെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം, ശ്രുതിയുടെ അച്ഛൻ ചെയ്തിട്ട് തന്നെയല്ലേ, അല്ലാതെ ഒന്നും അല്ലല്ലോ, ഒത്തിരി അധികം ആൾക്കാരുണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ പറഞ്ഞല്ല, നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളുടെ കുടുംബത്തിനെ നാണം കെടുത്താനോ വേണ്ടിയിട്ടൊന്നുമല്ല അമ്മ അങ്ങനെ പറഞ്ഞത്, ഒരു അമ്പലത്തിൽ പോണ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, ഇവളമ്മ പറഞ്ഞായിട്ടില്ലേ നമ്മുടെ കുടുംബവും അവരുടെ കുടുംബവും ഒന്നാണെന്ന്, വർഷയുടെ കുടുംബവും അതുപോലെ നിൻ്റെ കുടുംബവും ഒന്നാണെന്ന്, അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛൻ എത്രയോ വലിയ കോടീശ്വരനാണ്, അദ്ദേഹവും നിൻ്റെ കുടുംബം ഒന്നാണോ, നിൻ്റെ വണ്ടിക്കടിയിൽ പെട്ടുപോയ നിൻ്റെ അച്ഛനും അതുപോലെ അവളുടെ അച്ഛനും തമ്മിൽ എങ്ങനെയാണ് ഒന്നാവുന്നത്, പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ, എന്തോ കാലം കെട്ട സമയത്ത് നീ ഈ കുടുംബത്തിൽ വന്നു കയറിയത്, അല്ലാതെ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറയണം, അമ്മേ എനിക്ക് വഴക്കടിക്കാൻ തീരെ താല്പര്യമില്ല, അമ്മ എന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറയുകയും വേണ്ട, ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെയാണല്ലോ, ഒരു കുടുംബമാണല്ലോ വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്, നിൻ്റെ അമ്മ അങ്ങനെ വിചാരിക്കണം, ഞങ്ങളാരും നിങ്ങളുടെ കുടുംബക്കാരും അല്ല, ഒരു കുടുംബം ഉണ്ടാക്കാൻ വന്നിരിക്കണം, അല്ലെങ്കിൽ തന്നെ അങ്ങേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അയാളല്ലേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നിന്നെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പറയണ്ട, അങ്ങനത്തെ സ്പൈ വർക്കൊക്കെ വളരെ താഴ്ന്ന കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ വീട്ടിലെ ഒരു കാര്യങ്ങൾ ഇനി മേലെ നീ നിൻ്റെ വീട്ടിലേക്ക് അറിയിക്കരുത്, ഇതുപോലെ തരം തരുന്ന പണി ഇനി മേലെ ചെയ്യരുത്. അപ്പോഴേക്ക് രേവതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ രേവതിയാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ചന്ദ്ര വിചാരിക്കുമോ ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സച്ചിയോട് ചെന്ന് പറഞ്ഞു കൊടുക്ക് പ്രശ്നമുണ്ടാക്കുമോ എന്നറിയില്ല, എന്തായാലും ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ അല്ലാതെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സല്ലേ, നല്ല ഡ്രസ്സാണല്ലോ, എനിക്കിഷ്ടമായി, നാളെ നമുക്ക് ഇതിട്ടുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇതിട്ടുണ്ടോ, ഇതിട്ടുണ്ട് നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട, നിൻ്റെ വീട്ടിലേക്ക് വരില്ല, നിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കാണണ്ടാത്തവനെ കാണേണ്ടി വരും. അപ്പോൾ രേവതി പറയണത്, എന്താ സച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, കാണണ്ടാത്തവനോ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അളിയനല്ലേ, എന്തിനാണ് അങ്ങനെ പറയുന്നത്, അവൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ശരിയാണ് അവൻ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ അവൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, അവൻ അച്ഛൻ്റെ ആ ഒരു കാര്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ അവനെ വിഷമിപ്പിക്കേണ്ട, സച്ചിയേട്ടൻ എന്തായാലും വരണം എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചിയും മനസ്സിൽ വിചാരിക്കണം, എന്തായാലും ഇത്രയ്ക്ക് വിളിച്ചതല്ലേ, ഞാൻ മാത്രമല്ല ഇതിനിടയിൽ അച്ഛനും പറഞ്ഞു ഇതുപോലെ രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെല്ലണം, അങ്ങനെ സച്ചി പോകാമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അന്നൊക്കെ സദ്യയൊക്കെ ഒരുക്കിയിട്ട് രവീന്ദ്രൻ ഇരിക്കുകയാണ്.
പ്രതീക്ഷിക്കാതിരിക്കുന്ന നമ്മുടെ അമ്മൂമ്മ വരികയാണ്. അമ്മൂമ്മയെ കണ്ടതും സച്ചി അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അമ്മൂമ്മ എത്ര കാലമായി വന്നിട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അമ്മൂമ്മ എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യണം. ഇത് കണ്ടിട്ട് അച്ഛമ്മ പറഞ്ഞു, എടാ ചെറുക്കാൻ നിൻ്റെ പ്രായമൊക്കെ പോയി കേട്ടോ, നീ ഇങ്ങനെയൊന്നും എടുത്ത് പൊക്കിയാൽ ഞാൻ ഒടിഞ്ഞു മുടങ്ങി എവിടെയെങ്കിലും വീഴും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ രേവതിക്ക് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടതും ചന്ദ്ര ആകെ ഞെട്ടുകയാണ്. രേവതിക്കോ? ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ തന്നെ, എടാ നീ ഒരുപാട് മാറി, അല്ലെങ്കിൽ തന്നെ രേവതി മോളുടെ സ്വഭാവത്തിൽ നിനക്ക് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൾ നല്ല സ്വഭാവമാണ്. ഇപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൻ മോതിരമൊക്കെ മേടിച്ചിരിക്കണമെന്നൊക്കെ പറയുകയാണ്. നല്ല മോതിരമാണ്. രേവതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. രേവതി, സച്ചേട്ടാ നിങ്ങളിത് എനിക്ക് മേടിച്ചതാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സച്ചി പറയണം, രേവതി വിശ്വസിക്കാതിരിക്കുകയൊന്നും വേണ്ട, ഇത് നിനക്കുള്ള മോതിരമാണ്, വെഡിങ് ആനിവേഴ്സറിയായിട്ട് നിനക്കൊന്നും തന്നില്ല എന്ന് നീ പറയണ്ട, ഇത് നീ ഇട്ടോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി കൊണ്ട് ആ മോതിരമൊക്കെ ഇടിപ്പിച്ചതിന് ശേഷം മോതിരത്തിൽ തന്നെ നമ്മുടെ ചന്ദ്ര നോക്കിയിരിക്കുകയാണ്. ആ മോതിരം കിട്ടിക്കഴിയുമ്പോൾ അവൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു. മോതിരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവൾ ശ്രദ്ധയെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ മോതിരത്തിൻ്റെ ഉള്ളിൽ നോക്കി നിന്നൊന്നുമല്ല, ജസ്റ്റ് സച്ചേട്ടൻ കൊണ്ടു തന്നപ്പോൾ ഒരു സ്വർണ്ണമോതിരം അല്ല, മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും എനിക്ക് സച്ചേട്ടൻ കാണിച്ച ഒരു മനസ്സില്ലേ, അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം, അല്ലെങ്കിൽ തന്നെ സച്ചിയുടെ മാറ്റത്തിനുള്ള ഏക കാരണം രേവതി തന്നെയാണ്. രേവതി അത്രയും അടക്കവും ഒതുക്കവും ബുദ്ധിശാലിയുള്ള പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല. അവൾ ഏത് കുടുംബത്തിൽ ചെന്നാലും നന്നായി തന്നെ ഇരിക്കുകയുള്ളൂ. അവൻ്റെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് അതിനുള്ള ഭാഗ്യം കിട്ടിയ നമ്മുടെ സച്ചിമോനാണെന്ന് പറയുകയാണ്. അങ്ങനെ അമ്മയും പറയണം, അത് ശരി തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ്, പിന്നെ ഇവള് വലിയ ഭാഗ്യം കൊണ്ടുവരുന്നവളാണെങ്കിൽ അവൻ വലിയ കോടീശ്വരനാവണ്ടായിരുന്നോ? കോടിയിലൊന്നും അല്ലടി കാര്യം. എൻ്റെ ചന്ദ്രേ, നീ അങ്ങനെയൊന്നും പറയരുത്. കോടി ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗ്യം വരൂ. നിന്നോട് ആരാ പറഞ്ഞത്? അവർക്കിടയിലുള്ള സ്നേഹവും അവൻ്റെ മനസ്സുമാണ് കാര്യം. അതുകൊണ്ട് തന്നെ ചന്ദ്ര രാവിലെ അടുക്കളയിലൊന്നും കയറുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വേഗം തന്നെ, അമ്മേ എന്നത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? അപ്പോൾ ചന്ദ്ര പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, അമ്മ പ്രതീക്ഷിക്കപ്പുറത്ത് വന്നു, ഇനി എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ്. നീ വിഷമിക്കൊന്നും വേണ്ട, അധികം സമയമൊന്നും ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണേ. നീ രാവിലേക്കുള്ളതൊക്കെ വെച്ച് വിളമ്പെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ കയറി. ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ്, നീ രേവതിയും കൊണ്ട് രേവതിയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ സച്ചി പറയും, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, അങ്ങനെയല്ല, നീ പോയിട്ട് പോവാ, അവരുടെ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമാകും എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും നീ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് പറയണം, അവർ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി രേവതിയെ നിർബന്ധിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സച്ചി വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുന്നത്, വീട്ടിൽ എന്തായിരിക്കും അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊരു ടേസ്റ്റാണ് നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, എനിക്ക് നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ കൊതിയാണെന്ന് പറയുകയാണ്. അമ്മയെ കൊണ്ടൊന്നും പ്രതീക്ഷിക്കണം, അമ്മയെ കൊണ്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും എന്തൊരു ടേസ്റ്റാടേ, നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എന്നാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ, കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നല്ല സമയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ല രീതിയിലുള്ള 1 വർഷമാണ് കടന്നു പോയെന്നും പറയുകയാണ്. രേവതിയുടെ അമ്മ ആ സമയത്ത് വരുന്നുണ്ട്. എന്നിട്ട് വാ മോനെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആദ്യം 1 ഗ്ലാസ് ചായ താമേന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഷർട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷർട്ട് കണ്ടിട്ട് രേവതിയുടെ അമ്മ രേവതിയോട് ചോദിക്കുകയാണ്, ഇത് ഏത് ഷർട്ടാണ്, ഈ ഷർട്ട് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ അത് ശരത്ത് എടുത്തതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ അതെന്താ നേരത്തെ പറയാത്തത്? ശരത്ത് എടുത്താണെങ്കിൽ ഞാനിത് ഉപയോഗിക്കില്ലായിരുന്നു, അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ഷർട്ട് ഇടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അമ്മ എടുത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇത് ഇട്ടിട്ട് വന്നത്. ഇത് കേട്ടിട്ട് ശരത്ത് പറയുകയാണ്. ശരത്ത് അപ്പോഴേക്കും കടന്നു, ഞാൻ തന്ന ഡ്രസ്സൊന്നും അളിയനിടാൻ പറ്റില്ലെന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറയണം, നീ തരുന്നത് എനിക്കിടാൻ പറ്റില്ല, മറ്റുള്ളവരുടെ കണ്ണീരും വേർപ്പുമാണ് നീ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിടാൻ പറ്റില്ല. അമ്മയുടെ കൈ കൊണ്ടാണെങ്കിൽ, അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മേടിച്ചു തന്നാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ, ഞാൻ ഇട്ടോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയുകയാണ്, രേവതി പറയുകയാണ്, സച്ചിയേട്ടാ ആവശ്യമില്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ, നല്ലൊരു ദിവസമായിട്ട് ഓരോന്നും പറയില്ലേ. അപ്പോഴേക്കും സച്ചി ആ ഷർട്ട് ഊരിയിട്ട് ഒറ്റ എറിഞ്ഞതിന് ശേഷം സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ഒത്തിരി വിഷമമായി, അവരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ സച്ചി ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ശരിയാണോ സച്ചേട്ടാ, എൻ്റെ ആങ്ങളെയാണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ തന്ന ഡ്രസ്സ് അങ്ങനെ തന്നെ വലിച്ചൂരി എറിഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചാലും കഴിക്കാതെ നിങ്ങൾ ഇറങ്ങുകയാണല്ലോ. നല്ലൊരു കല്യാണ ദിവസമായിട്ട് നിങ്ങൾ ഇതുപോലൊന്നും ചെയ്യില്ല. അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. നീ എല്ലാവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഞാനങ്ങനെ പറയുന്നതെന്ന് നീ ചിന്തിച്ച് നോക്കുന്നില്ല. അവൻ നല്ലവനായിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും സമ്മതിക്കുമായിരുന്നു, പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ല. അവൻ തരുന്ന 1 ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് പറയുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വീട്ടിലേക്ക് ഒരു ഷർട്ടില്ലാതെ ഇങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഷർട്ടിൻ്റെ
ഷർട്ടിൻ്റെ തുണി പോലും കൊടുക്കാതെയാണ് അവരെ വീട്ടുകാർ വിട്ടതെന്ന് പറയും. എന്തായാലും ഒരു ഷർട്ട് മേടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ശരി മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് സച്ചി കാറ് നിർത്തിക്കൊണ്ട് ഷർട്ടൊന്നുമില്ല, ആ മറ്റേ ഷർട്ട് വലിച്ചെറിഞ്ഞ കാരണം ഷർട്ടൊന്നും ഇല്ലാതെയാണ് സച്ചി പോകുന്നത്. അങ്ങനെ പോയതിന് ശേഷം കടയിൽ കയറുമ്പോഴും കടക്കാരൻ ചോദിക്കും, സാർ ഇതെന്താ സാർ ഷർട്ടൊന്നും ഇല്ലാതെ. അപ്പോൾ സച്ചി പറഞ്ഞു, എൻ്റെ സൈസിനൊരു ഷർട്ട് വേണമെന്ന് പറയണോ. സാർ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കടയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഷർട്ട് മേടിക്കാൻ വന്നത്, ഷർട്ട് പോലും ഇടാതെ വന്നത് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആൾക്കാരെ സെയിൽസ്മാൻമാരെയൊക്കെ വിളിച്ചതിന് ശേഷം ഇയാൾക്ക് കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയിൽ വിശ്വസിച്ചുകൊണ്ട് ഷർട്ട് പോലും ഇടാതെ ഒരാൾ വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് പറയുകയാണ്. ഇത്രയും നമ്മുടെ കടയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് പറയുന്ന സച്ചി പറയുകയാണ്, എൻ്റെ പൊന്ന് സാറേ എനിക്ക് വൈറലായി മടുത്തു, എനിക്കിനി വൈറലാവാനൊന്നും വയ്യ, എനിക്കൊരു ഷർട്ട് തന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അവിടെ നിന്നൊരു ഷർട്ട് മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അമ്മമ്മ ചോദിക്കുകയാണ്, അല്ലടാ നീ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ സച്ചി പറയണം, അത് പിന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ചന്ദ്രയും ശ്രുതിയും പറയും, അല്ല ഇവിടെ നിന്ന് പോകുമ്പോൾ റെഡ് കളർ ഷർട്ടല്ലേ ഇട്ടിട്ട് പോയത്, ഇതിപ്പോൾ എന്താ ഗ്രേ കളർ ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നത്. അതെ വരുന്നത് കണ്ടിട്ട് രണ്ടിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല, എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, ശരിയാണ് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, ഇത് നല്ല രീതിയിലുള്ള വരവും പോക്കും അല്ലെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നമാണെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.